മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ധന്യമായിട്ടുള്ള ഒരു മെസ്സേജ് കാലത്തിൻ്റെ ലീലകൾ എന്ന് പറഞ്ഞ് കുറച്ച് മുമ്പ് എനിക്ക് കിട്ടി. ഞാനതൊന്ന് വായിക്കാം. 7 വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് വിളിച്ച മുഖ്യമന്ത്രിമാരുടെ യോഗത്തിലെ ഫോട്ടോ സെഷനിൽ അച്യുതാനന്ദൻ പെട്ടെന്ന് ഷോക്കേറ്റതുപോലെ ഒഴിഞ്ഞു മാറുന്നു. തന്നെ പോലെ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട മറ്റൊരു ജനനേതാവ് നരേന്ദ്രമോദി തൊട്ടടുത്ത് നിന്നതായിരുന്നു ഈ ഷോക്കേറ്റതുപോലെ ഒഴിഞ്ഞു മാറാനുണ്ടായ കാരണം. അക്കാലത്ത് തന്നെ കേരളത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആകാൻ അമിതാഭ് ബച്ചൻസുമായി ഉണ്ടാക്കിയ കരാറ് കേരളം ഏകപക്ഷീയമായിട്ട് റദ്ദാക്കി. കാരണം നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായ ഗുജറാത്തിന് വേണ്ടി ബച്ചൻ പരസ്യങ്ങൾ ചെയ്യുന്നു എന്ന കാരണത്തില്. കണ്ണൂർ MP ആയിരുന്ന അബ്ദുള്ള കുട്ടി ഗുജറാത്ത് വികസന മാതൃക അനുകരണീയമാണെന്ന് പറയുന്നു. അവിടെ തുടങ്ങിയ വിവാദം അവസാനിച്ചത് അബ്ദുള്ള കുട്ടിയുടെ പുറത്താക്കലിലാണ്. കേരള മന്ത്രിസഭയിലെ മന്ത്രി ഷിബു ജോൺ ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായി ഗുജറാത്ത് മുഖ്യമന്ത്രിയെ കണ്ട് ചർച്ച നടത്തി. കേരളവും ചാനലുകളും വിവാദവും പ്രതിഷേധവും കൊണ്ട് നിറഞ്ഞു. മന്ത്രിസ്ഥാനം തെറിക്കുന്ന ഘട്ടം വന്നപ്പോൾ ഷിബു ബേബി ജോൺ മാപ്പ് പറഞ്ഞു. 2013 ആഗസ്റ്റിൽ ശിവഗിരി മഠത്തിലെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിയെ മഠം അധികൃതർ ക്ഷണിക്കുന്നു. വീണ്ടും പ്രതിഷേധം, ചർച്ചകൾ. ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്ന എല്ലാ ജനപ്രതിനിധികളും നേതാക്കളും സമ്മേളനം ബഹിഷ്കരിച്ചു. കാരണം നരേന്ദ്രമോദിയുമായിട്ട് വേദി പങ്കിടാൻ കഴിയില്ല പോലും. 2013 സെപ്റ്റംബർ മാസം വള്ളിക്കാവിൽ മാതാ അമൃതാനന്ദമയുടെ ജന്മദിന ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ ഗുജറാത്ത് മുഖ്യമന്ത്രി എത്തി. ചടങ്ങിൽ പങ്കെടുക്കേണ്ടിയിരുന്ന മന്ത്രിമാരടക്കമുള്ള നേതാക്കള് മോദിയുടെ സാന്നിധ്യത്തിൽ പ്രതിഷേധിച്ച് സമ്മേളനം ബഹിഷ്കരിച്ചു. 2014 ഫെബ്രുവരിയിൽ കൊച്ചിയിൽ കായൽ സമരസ്മരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടകനായി ഗുജറാത്ത് മുഖ്യമന്ത്രി മോഡി എത്തി. സമ്മേളനത്തിൽ അധ്യക്ഷനാകേണ്ടിയിരുന്ന മേയർ ടോണി ചെമ്മണി ചടങ്ങ് ബഹിഷ്കരിച്ചു. കാരണം മോദിയുമായി വേദി പങ്കിടാനുള്ളതിന്റെ പാർട്ടി വിലക്ക്. ഇക്കാലങ്ങളിലെല്ലാം നരേന്ദ്രമോദി 6 കോടി ജനങ്ങളുള്ള ഒരു സംസ്ഥാനത്തെ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി ആയിരുന്നു. ഒരു വലിയ ഭരണഘടനാ സ്ഥാപനം അലങ്കരിക്കുന്ന വ്യക്തിയായിരുന്നു. അപമാനിക്കുന്നതും അവഹേളിക്കുന്നതും ഒരു സംസ്ഥാനത്തെ മുഴുവൻ ജനതയെയാണ് എന്ന് പറയാൻ ഈ നാട്ടിൽ ഒരു പത്രത്തിനും ചാനലിനും നാവുണ്ടായിരുന്നില്ല. മാത്രവുമല്ല, ഇതെല്ലാം കേരളത്തിന്റെ പ്രബുദ്ധതയുടെ അടയാളമായി കൊട്ടിപ്പാടാനുമായിരുന്നു മത്സരം. നിളയിലൂടെയും പമ്പയിലൂടെയുമെല്ലാം വെള്ളം ഒരുപാട് ഒഴുകി. കാലചക്രം പിന്നെയും തിരിഞ്ഞു. ഇടത് വലത് രാഷ്ട്രീയ കക്ഷികളുടെ ആജന്മ ശത്രുവായി വീണ്ടും നരേന്ദ്രമോദി എത്തി. മുൻകാലങ്ങളിൽ 6 കോടി ജനങ്ങളുടെയും ഒരു സംസ്ഥാനത്തിന്റെയും അധിപനായിരുന്നെങ്കിൽ ഇപ്പൊ വന്നത് 127.5 കോടി ജനങ്ങൾക്കും എല്ലാ സംസ്ഥാനങ്ങൾക്കും അധിപനായിട്ടാണ്. അന്ന് എതിർത്തവർ നിർഭാഗ്യവശാൽ ഗതികെട്ടിട്ടാണെങ്കിലും ഇന്ന് അദ്ദേഹത്തെ സല്യൂട്ട് അടിച്ചു നിൽക്കുന്നു, ബൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നു. ഇതിനെന്താ പറയുക? അദ്ദേഹത്തിനെ കാണാൻ കാത്തുകെട്ടിക്കിടക്കുന്നു ഇവർ. അപ്പോയിന്റ്മെന്റ് കൊടുക്കാത്തതിന് അതിശക്തമായിട്ട് പ്രതിഷേധിക്കുന്നു. അത് ഇതിലുള്ളതല്ല, ഞാൻ ചേർത്തതാണ്. ഇപ്പൊ മന്ത്രി ബാലന് കുമ്മനത്തിന് അവാർഡ് കൊടുക്കാൻ വിഷമം. മന്ത്രി ബാലന് പുച്ഛം. കുമ്മനം തീവ്രവാദിയാണ് പോലും. കാലചക്രം തിരിയും. കാലം ബാലനെ വിനീത വിധേയനായി അദ്ദേഹത്തിന്റെ മുന്നിൽ കൊണ്ടു ചെന്ന് നിർത്തും. അല്ലാതെ എവിടെ പോകാൻ? കൂട്ടത്തിൽ ഗോപാലകൃഷ്ണന് ഒന്നുകൂടി പറയട്ടെ. ശ്രീനാരായണ ഗുരുദേവന്റെ ഗ്ലോബൽ മിഷൻ, അതില് MK സാനുവിനും സുകുമാർ അഴീക്കോട് തുടങ്ങിയ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾക്ക് കൊടുത്തിരിക്കുന്ന അവാർഡ് വലിയൊരു എമൗണ്ടും വലിയ ഫലകവും. അത് ഈ വർഷം ഗ്ലോബൽ മിഷൻകാർ കൊടുക്കാൻ തീരുമാനിച്ചത് ഡോക്ടർ N ഗോപാലകൃഷ്ണനാണ്. ഒന്നുകൂടി ആവർത്തിക്കാം. 7 പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയും അമേരിക്കയിലും കാനഡയിലും റിസർച്ച് നടത്തിയിരിക്കുന്ന വ്യക്തിയും 150ാമത്തെ പുസ്തകം എഴുതി പ്രസ്സിലേക്ക് അയച്ചിരിക്കുന്ന വ്യക്തിയും 22 നാഷണൽ ഇന്റർനാഷണൽ അവാർഡ് വാങ്ങിച്ച വ്യക്തിയും അതേപോലെ തന്നെ
7 പേറ്റന്റ് ഫയൽ ചെയ്ത വ്യക്തിയും ഇപ്പോൾ ശ്രീ നരേന്ദ്രമോദി ഏറ്റെടുത്തൊരു ദൗത്യത്തിന്റെ ഭാഗമായിട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ ഡയറക്ടറും 25 വർഷം CSIR-ലെ സയന്റിസ്റ്റും 2 അമേരിക്കൻ കാനഡിയൻ യൂണിവേഴ്സിറ്റിയിലെ ഫെല്ലോയും 17 അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ ക്ലാസ് എടുക്കുന്ന വ്യക്തിയുമായിട്ടുള്ള ഡോക്ടർ ഗോപാലകൃഷ്ണനെയാണ് ഗ്ലോബൽ നാരായണ മിഷൻ ഈ വർഷത്തെ അവാർഡിന് തിരഞ്ഞെടുത്തത്. അതെനിക്ക് തരാൻ ഇവിടത്തെ വനം വകുപ്പ് മന്ത്രി അനിൽകുമാറാണ് പേരെന്ന് തോന്നുന്നു, സുനിൽകുമാർ, അദ്ദേഹത്തിന്റെ പേര് സുനിൽകുമാർ. അതുപോലെ അധ്യക്ഷം വഹിക്കേണ്ടിയിരുന്നത് ടൂറിസം മന്ത്രി മൊയ്തീൻ. ഇത് എനിക്ക് തൃശ്ശൂര് റൗണ്ടില് ഉള്ള തിരുവമ്പാടി ഗസ്റ്റ് ഹൗസിൽ വെച്ച് വലിയൊരു സദസ്സിന്റെ മുമ്പിൽ തരാൻ ഏറ്റവരാണ് ഈ 2 മന്ത്രിമാര്. ഒരാൾ അധ്യക്ഷനും ഒരാൾ എനിക്ക് അവാർഡും തരേണ്ടത്. വലിയൊരു അവാർഡാണ്, ചെറിയ അവാർഡല്ല. ആ അവാർഡ് തരാൻ ഈ കുന്നംകുളം MLA ആയിട്ടുള്ള മൊയ്തീനും തൃശ്ശൂർ ടൗണിലെ MLA ആയിട്ടുള്ള സുനിൽകുമാറും ആ തൃശ്ശൂരിലെ ഈ സ്ഥലത്തെ ഇവരുടെ ഗസ്റ്റ് ഹൗസിൽ നിന്ന്, ഇവരുടെ ഓഡിറ്റോറിയത്തിൽ നിന്ന്, 5 സ്റ്റാർ ലെവലിലുള്ള ഓഡിറ്റോറിയത്തിൽ നിന്ന് വിളിപ്പാടകലെ സുനിൽകുമാറും മൊയ്തീനും ഉണ്ടായിട്ടും ഗോപാലകൃഷ്ണൻ എന്തോ ഒരു പ്രത്യേകതയായത് കാരണം അവന് കൊടുക്കാനായിട്ട് ഗോപാലകൃഷ്ണൻ തരാനായിട്ട് ഇവർ 2 പേരും വന്നില്ല. ഒരു പ്രാർത്ഥന കൂടി അവിടെ വന്നിരുന്നവര് ചെയ്തു എന്ന് പറയുന്ന കേട്ടു. ഇതുമാതിരിയുള്ള മന്ത്രിമാരുടെ കയ്യിൽ നിന്ന് ഗോപാലകൃഷ്ണൻ സാറിന് അവാർഡ് വാങ്ങിക്കേണ്ട -- പ്രണാമം, നമസ്കാരം.